കളമശ്ശേരിയിലേക്ക് പോകുകയാണ്. കളമശ്ശേരിയിൽ കന്യാസ്ത്രീ മഠം കയ്യേറിയ സംഭവത്തിൽ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ വൻ പ്രക്ഷോഭം തുടങ്ങുമെന്ന് BJP. ചില സംഘടനകളുടെ സംരക്ഷണത്തിന് വഴങ്ങി പോലീസും ആഭ്യന്തര വകുപ്പും പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ആരോപിച്ചു. വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ നൽകും. ജിജീഷ്, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഒരു ചർച്ചിൻ്റെ അല്ലെങ്കിൽ മർത്തോമ ചർച്ചിൻ്റെ ഭാഗമായുള്ള മതിൽ പൊളിച്ചുകൊണ്ടാണ് ചില ആളുകൾ ആ സ്ഥലത്തിന് മേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ആ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഒരു പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് BJP കടക്കുകയാണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഈ ഒരു അതിക്രമത്തിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് BJP കടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് ഈ ഒരു മർത്തോമ കോൺവെന്റിലെത്തി അവിടെയുള്ള വൈദികർക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചിരുന്നു. കാരണം കഴിഞ്ഞ 40 വർഷത്തോളമായി അവരുടെ കൈവശമാണുള്ളത്. ഒപ്പം തന്നെയാണ് ഇതിൽ ചില കോടതി വിധികൾ മർത്തോമ കോൺവെന്റിന് അനുകൂലമായി വരികയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മറ്റു ചില ആളുകൾ കൂടി രംഗത്ത് വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസുകൾ നടക്കുന്നു. അന്തിമ വിധി പോലും ആയിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഈ മതിൽ പൊളിച്ചുകൊണ്ട് തർക്കത്തിലുള്ള ഒരു ഭൂമിയാണ് അവിടെ അതിക്രമിച്ചു കയറി മതിൽ പൊളിച്ച് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഒരു വിഭാഗം കടന്നിരിക്കുന്നത്. അതുതന്നെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിലേക്ക് കടക്കും എന്ന കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മുഹമ്മദ് മൂസ, NN നസീർ, സെയ്ദ് മുഹമ്മദ് എന്നിവരുടെ പേരിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത്. ഇവരിൽ ചിലരുടെ മക്കളാണ് പിന്നീട് ഭൂമി കയ്യേറ്റം ചെയ്ത് അത് നിർമ്മാണത്തിനായി ചില വീടുകളുടെ നിർമ്മാണത്തിനായും ഒപ്പം തന്നെ ഹോം സ്റ്റേകളുടെയും വീടുകളുടെയും എല്ലാം തന്നെയുള്ള നിർമ്മാണത്തിനായി ഇത് മാറ്റിക്കൊടുക്കുന്നത്. അവിടെയാണ് ഈ ഒരു തർക്കം ശക്തമായി വരുന്നത്. എന്നാൽ കൃത്യമായി തന്നെ എല്ലാ രേഖകളും കൈവശാവകാശ രേഖ അടക്കം ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള കയ്യേറ്റം നടന്നത് ചൂണ്ടിക്കാണിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തും നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന കാര്യം ഷോൺ ജോർജ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതികൾ കയ്യേറ്റ ഭൂമിയിൽ കുടിയേറി താമസിക്കുകയാണ് എന്ന ഷോൺ ജോർജ് വ്യക്തമാക്കി. പ്രതികളുടെ പേരിൽ FIR ഉണ്ടായിട്ട് പോലും അറസ്റ്റ് ചെയ്യാനോ കയ്യേറ്റം ഒഴിപ്പിക്കാനോ പോലീസ് നടപടി സ്വീകരിക്കാത്തതാണ് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നയിക്കുന്നത്. ചില സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസും ആഭ്യന്തര വകുപ്പും എല്ലാം ഇത്തരമൊരു നീക്കങ്ങൾ നടത്തുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അത്തരം സംശയങ്ങൾ ബലപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് പൂർണ്ണമായും ഈ സഭാ വിശ്വാസികൾക്കും ക്രൈസ്തവ സഭാ വിശ്വാസികൾക്കും ഒപ്പം തന്നെ ആ കോൺവെന്റുമായി ബന്ധപ്പെട്ട അധികൃതർക്കും എല്ലാം BJP പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിയമ പോരാട്ടത്തിലടക്കം പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം ഈ ഒരു അതിക്രമം കാണിച്ച ആളുകൾക്കെതിരെ കർശനമായ നടപടി, മതിൽ കയ്യേറി പൊളിച്ച ആളുകൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നത് വരെ പ്രക്ഷോഭ രംഗത്ത് തുടരുമെന്ന കാര്യം ഷോൺ ജോർജ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 70ഓളം പേരടങ്ങുന്ന ഗുണ്ടാ സംഘമാണ് അതിക്രമിച്ചെത്തി 40 വർഷത്തിലധികമായി സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി കയ്യേറി 100 മീറ്ററോളം ദൂരത്തിൽ മതിൽ പൊളിച്ചു മാറ്റിയത്. ഇക്കാര്യത്തിൽ അന്ന് തന്നെ കോൺവെന്റ് പരാതികൾ നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയെ ഒന്നും തന്നെ ഗൗരവത്തിൽ കാണാൻ പോലും ഉള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. SDPA പോലെയുള്ള സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് ഈ ഭൂമി കയ്യേറിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. കാരണം കാസ പോലെയുള്ള ക്രൈസ്തവ സംഘടനകളൊക്കെ ഈ ആരോപണം ഇതിനകം ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ഭൂമി കയ്യേറിയ 3 പേരുണ്ടല്ലോ, നേരത്തെ ജിജീഷ് തന്നെ ആ പേരുകൾ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് ഈ ഭീകര സംഘടനകളുമായൊക്കെ ബന്ധമുണ്ടെന്ന വിമർശനവും ആരോപണവുമൊക്കെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ടല്ലോ ജിജീഷ്. ഇവർക്ക് SDPയുമായുള്ള ചില ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കാസ ഉയർത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതാണ് എന്ന കാര്യം കാസ ഉയർത്തിയ ഒരു ആരോപണമാണ്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെ ഈ ഒരു കയ്യേറ്റം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലല്ല ഉള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പശ്ചാത്തലം കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. ആരുടെ പിന്തുണയാണ് ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നത്? പ്രത്യേകിച്ച് SDPI പോലുള്ള സംഘടനകൾ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന കാര്യം. കന്യാസ്ത്രീ മഠത്തിലേക്ക് കയ്യേറ്റം ഉണ്ടായിരിക്കുകയാണ്. കൊച്ചി കളമശ്ശേരിയിലാണ് ഈ വളരെ ഗുരുതരമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. മറ്റു മാധ്യമങ്ങളെല്ലാം നിശബ്ദത പാലിക്കുകയാണ്. പക്ഷേ ജനം TV ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. വരുന്ന ബുള്ളറ്റിനുകൾ നമ്മൾ വളരെ വിശദമായി ഈ കന്യാസ്ത്രീ മഠം കയ്യേറിക്കൊണ്ടുള്ള ഈ ഒരു പ്രവർത്തനത്തെ, പോലീസിൻ്റെ അനങ്കാപ്പാറ സമീപനത്തെ, ഇതെല്ലാം നമ്മൾ വിശദമായി വരുന്ന വാർത്തകളിൽ ചർച്ച ചെയ്യും. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.